പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദ ജനറൽ പ്രോപ്പർട്ടീസ്. Then the colloids have kinetic properties, electrical properties, then optical properties, then electrokinetic properties. Okay, 5 types of properties. We have to study this in detail. So first, general properties. So in general properties we have to look after the 4 common ആയിട്ട് കൊളോയിഡ്സിൽ കാണുന്ന ഒരു പ്രോപ്പർട്ടി പോലെയാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹെട്രോജെനിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഹെട്രോജെനിറ്റി. ഓക്കെ, കൊളോയിഡൽ സിസ്റ്റംസ് ഹെട്രോജിനസ് ഇൻ ക്യാരക്ടർ ആണ്. നമ്മൾ കൊളോയിഡ്സ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പറയുന്നുണ്ട് ദേ ആർ ഹെട്രോജിനസ് ഇൻ നേച്ചർ. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് 2 phases, നെയിംലി ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. വലുതായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ നോൺ സെറ്റിലിംഗ്. എന്താണ് കൊളോയിഡൽ സിസ്റ്റംസ്? എന്താണ് ക്വൈറ്റ് സ്റ്റേബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിൾസ് സസ്പെൻഡ് ചെയ്യിൽ റിമെയിൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് റിമെയിൻ സസ്പെൻഡഡ് ഇൻഡെഫിനിറ്റ്ലി. ഓക്കെ, ദേ ആർ ക്വൈറ്റ് സ്റ്റേബിൾ. ഓക്കെ, ആൻഡ് അവർ സെറ്റിൽ ചെയ്യും ബട്ട് വെരി സ്ലോലി. ദേ സെറ്റിൽ ഡൗൺ ബട്ട് വെരി സ്ലോലി. അതാണ് ഞാൻ പറയാൻ വന്നത്. ഓക്കെ ഓക്കെ ഫിൽട്ടറബിലിറ്റി. കൊളോയിഡൽ പാർട്ടിക്കിൾസ് റെഡിലി പാസ് ത്രൂ ഓർഡിനറി ഫിൽട്ടർ പേപ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് വിച്ച് കനോട്ട് ബി യൂസ്ഡ് ഫോർ റിമൂവിങ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ്. സോ അൾട്രാ ഫിൽട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഫിൽട്രേഷൻ ഓഫ് എന്താണ് കൊളോയിഡൽ സിസ്റ്റംസ്. Then colligative properties. Colloidal systems like true solutions. Colligative properties like osmotic pressure, lowering of vapor pressure, elevation of boiling point, depression in freezing point എന്താണ് കാണിക്കും. Since colloidal particles are aggregates of molecules, number of particles in colloidal solutions is comparatively very small. So okay. Next is kinetic property. And first we have to study about Brownian movement. It's a very important and unique property of colloidal system. Colloidsന്റെ ഒരു യൂണിക് പ്രോപ്പർട്ടി ആണ് എന്തെന്ന് പറയുന്നത് ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ബ്രൗണിയൻ മൂവ്മെന്റ്? ബ്രൗണിയൻ മൂവ്മെന്റ് ആണ് ഇവിടെ ഒരു ഡയഗ്രാം വഴി അവർ കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ബ്രൗണിയൻ മൂവ്മെന്റ്. ഈ ഡയഗ്രാം കാണിക്കുന്നത് ആൻഡ് ഈ ഫെനോമിനൻ ഒബ്സർവ് ചെയ്തത് ഡിസ്കവർ ചെയ്തത് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്, വിച്ച് ഈസ് ആൻ ഇംഗ്ലീഷ് ബൊട്ടാണിസ്റ്റ്. ഓക്കെ, in 1827, and it is called and that's why it is called Brownian movement. Okay, എന്താണ് ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റാപ്പിഡ് സിഗ്സാഗ് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇൻ ഡിസ്പേർഷൻ മീഡിയം. കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ റാപ്പിഡ് ആയിട്ടുള്ള സിഗ്സാഗ് മൂവ്മെന്റിനെയാണ് നമ്മൾ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആണ്. ഓക്കെ, സോ ബ്രൗണിയൻ മൂവ്മെന്റ് ഈസ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് ബ്രൗണിയൻ മൂവ്മെന്റ് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ബൊംബാർഡ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ബൈ മോളിക്യൂൾസ് ഇൻ ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയമിലുള്ള മോളിക്യൂൾസ് തമ്മിലും കൊളോയിഡൽ പാർട്ടിക്കിൾസും തമ്മിലും എന്തുണ്ട്? ബൊംബാർഡ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഹിറ്റ് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ ഏതോ ഒരു ഇൻസ്റ്റൻറ്റിൽ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആർ ബീങ് കൊളൈഡഡ് ബൈ പാർട്ടിക്കിൾസ് ഓഫ് ദ ഡിസ്പേർഷൻ മീഡിയം. ഓക്കെ, ആൻഡ് ദ ഇമ്പാക്ട് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് അൺഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്, ഈ ഡിസ്പേർഷൻ മീഡിയം കൊടുക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അൺഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഈ സിഗ്സാഗ് മോഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്താണ് മച്ച് ഹെവിയർ ദാൻ മോളിക്യൂൾസ് ഓഫ് ദ ഡിസ്പേർഷൻ മീഡിയം ആയതുകൊണ്ട് അവരുടെ മൂവ്മെന്റ് ഈസ് സ്ലോവർ ദാൻ ദ മോളിക്യൂൾസ് ഓഫ് ദ മീഡിയം. ഓക്കെ, അതാണ് ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് അവഗാഡ്രോ നമ്പർ ബൈ ബ്രൗണിയൻ മൂവ്മെന്റ് വിച്ച് ഈസ് നോൺ ആസ് പെറിൻസ് മെത്തേഡ്. ഓക്കെ, എങ്ങനെ നമുക്ക് അവഗാഡ്രോ നമ്പർ ഡിറ്റർമൈൻ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഇറ്റ്സ് എ സ്മോൾ ഡെറിവേഷൻ. ഓക്കെ, സോ നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളിവിടെ അസ്യൂം ചെയ്യുന്ന ആസ് വി ഓൾറെഡി നോ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി മോളിക്യൂൾ ഇൻ എ കോളം ഓഫ് ഗ്യാസ് ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി. ഓക്കെ, and consequently there will be more molecule at lower than higher level. Due to a difference in gravitational forces, potential energy of the molecule and heights h1 and h2 will be different. h1 h2 എന്ന് പറയുന്ന രണ്ട് ഹൈറ്റ് എടുക്കുവാണ്. അവിടെ എന്താണ് മോളിക്യൂൾസിൻ്റെ എണ്ണം എന്തായിരിക്കും? ലോവറിൽ കൂടുതലും ഹയർ ലെവൽസിൽ കുറവുമായിരിക്കും എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അസ്യൂം ചെയ്യുന്നു. ആൻഡ് ദ ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽ എനർജി അപ്പം എന്താണ്?
പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എം ജി എച്ച് എന്നാണ്. സോ എന്താണ് ഇവിടെ ഹൈറ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് എം ജി ഇൻറ്റു എച്ച് ടു മൈനസ് എച്ച് വൺ എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി നോർമലി എം ജി എച്ച് ആണ് ഫോർമുല, mg into h2 minus h1, because here the height is difference between these two. Okay, h1 and h2. So where m is the mass of the molecule, and per mole difference in potential energy nammal kannanongi we should multiply it with Avogadro number, where n is the Avogadro number. Okay, സോ നമുക്കറിയാം ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നമ്മൾക്ക് എത്ര പാർട്ടിക്കിൾസ് അപ്പർ എനർജി സ്റ്റേറ്റിലും ലോവർ എനർജി ലെവൽസിലും ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുലയാണ് ബോൾസ്മാൻ തന്നത് നമുക്ക്. ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ അനുസരിച്ച് വി നോ ദാറ്റ് N2 by N1 മീൻസ് N2 മീൻസ് അപ്പർ എനർജി സ്റ്റേറ്റ്, N1 ലോവർ എനർജി സ്റ്റേറ്റ് is equal to e raised to minus e by RT. Okay, and we know the formula of minus e, which is this potential energy. Sorry, we know the formula of E, which is m into ng into, we are going to substitute in this e raised to minus nmg h2 minus h1 by RT. Okay, and if we have to avoid this minus charge, we should എന്താണ് ഇത് എന്ത് ചെയ്യണം, റെസിപ്രോക്കൽ എടുക്കണം. ഓക്കെ, സോ n1 by n2 ഇത് റെസിപ്രോക്കൽ എടുക്കണം. n1 by n2 is equal to e raised to nmg into h2 minus h1 by RT. Now if we remove we have to now if we want to remove the exponential, we have to take log, because log e raised to something എന്ന് പറയുന്നത് എന്താണ്, that log e raised to a എന്ന് പറയുന്നത് എന്താണ്, a ആണ്. So we have to take ln n1 by n2 both in LHS and RHS. Ln n1 by n2 is equal to this, ln e raised to this will be this. Okay, so nmg into h2 minus h1 by RT. Now we know that density is d is the density of the particle and d dash is that of the medium. Particle density d യും d dash എന്ന് പറയുന്നത് എന്താണ്, മീഡിയത്തിൻ്റെവാണെങ്കിൽ, സോ 1 മൈനസ് ഡി ഡാഷ് ബൈ ഡി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, RHSൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഇൻ ഓർഡർ ടു അക്കൗണ്ട് ഫോർ buoyancy of the particle in the medium. Okay, so we are going to introduce this part in equation, RHS. സോ നമ്മൾ RHSൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, വി ആർ ഗോയിങ് ടു RT എന്ത് ചെയ്യുന്നു, RT ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പോകുന്നു. സോ RT ആൻഡ് ഓൾസോ n എന്ത് ചെയ്യുന്നു, എന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ എന്ത് വരും, എന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ എന്ത് വരും, ഡിവൈഡഡ് ബൈ n വരും. സോ RT by n ln n1 by n1 is equal to g into, ഇവിടെ m ഉണ്ട് ആൻഡ് d ഇവിടെ റെസിപ്രോക്കൽ d ഇവിടെ LCM എടുക്കുമ്പോഴത്തേക്ക് എന്താണ് വരുന്നത്, d മൈനസ് ഡി ഡാഷ് ബൈ ഡി. ഓക്കെ, സോ m by d എന്ന് പറയുന്നത് മാസ് ബൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, വോളിയമാണ്. അതാണ് ഇവിടെ v എന്ന് പറഞ്ഞു വന്നേക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ m by d എന്ന് പറയുന്നത് v എന്ന് പറഞ്ഞു വന്നേക്കുന്നത് ഇൻറ്റു g. സോ g ഇൻറ്റു v ഇൻറ്റു h2 മൈനസ് h1 ആൻഡ് d മൈനസ് d ഡാഷ്. ഓക്കെ, വേർ v is equal to m by d. ഓക്കെ, ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, വിക്ക് നമുക്കറിയാം പാർട്ടിക്കിൾസ് സ്ഫെറിക്കൽ ഷേപ്പിലായതുകൊണ്ട് 4/3 πr³ ആണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, 4/3 πr³ വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ഇക്വേഷൻ എഴുതുന്നു. സോ ഇഫ് വി നോ d dash r and the ratio of particles n1 by n2, Avogadro number n can be calculated. ഇതാണ് എന്തെന്ന് പറയുന്നത്, ബ്രൗണിയൻ മൂവ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് അവഗാഡ്രോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ള ഡെറിവേഷനാണ്, ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫ്യൂസിബിലിറ്റി. കൊളോയിഡൽ പാർട്ടിക്കിൾസ് കൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഡു നോട്ട് റെഡിലി ഡിഫ്യൂസ് ത്രൂ ദ പാർച്ച്മെൻറ്റ് പേപ്പർ ഓർ ഫൈൻ മെംബ്രെയിൻസ്. അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, കൊളോയിഡൽ പാർട്ടിക്കിൾ ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നില്ല, റെഡിലി ഡിഫ്യൂസ് ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞു. And it was this property which led Thomas Graham to lay foundation of the colloidal science. അല്ലേ, നമ്മൾ ഈ മൊഡ്യൂൾ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, there is a distinction between the solutes. Okay,
one which diffuse, one type of solute which diffuse very rapidly, the other section which doesn't diffuse rapidly അല്ലെങ്കിൽ not readily. Okay, diffusibility എന്താണ്, colloidsന്റെ ഒരു property ആണ്. Okay, kinetic property ആണ്. Okay, so next we have to go through optical properties. Tyndall effect, which is a unique property of colloids. Okay, that we will see in next class.